കർണാടക സർക്കാരുകൾ മികച്ച ഏകോപനം സാധ്യമായെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട്. എണ്ണയിട്ട യന്ത്രം പോലെ തിരച്ചിൽ തുടരുകയാണ്. ചീഫ് സെക്രട്ടറിയും DGPയും ഓരോ മണിക്കൂറിലും കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. ആൾക്കൂട്ടം വർദ്ധിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതിലാണ് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീഴ്ചകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ പിന്നീട് പരിശോധിക്കും. അർജുന്റെ ജീവൻ രക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു. അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി മന്ത്രി കുടുംബങ്ങളെ സ്വാന്തനിപ്പിക്കുകയും ചെയ്തു. മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുൻ്റെ വീട് സന്ദർശിച്ച് മടങ്ങുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എങ്ങനെയാണ്? ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് ആദ്യത്തെ ഉദാസീനതയൊക്കെ മാറ്റി എണ്ണയിട്ട് യന്ത്രം പോലെ തിരച്ചിൽ പ്രവർത്തനത്തിന് ചുമതലപ്പെട്ടവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അരമണിക്കൂർ മുമ്പേ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഞാനവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ ചീഫ് സെക്രട്ടറിയും നമ്മുടെ DGPയും ഓരോ മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ അന്വേഷിച്ച് ബ്രീഫ് ചെയ്യുന്നൊരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ച വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നില്ല. അഭ്യൂഹങ്ങൾ കേട്ടുകേൾവി നമ്മൾ പറയാൻ പോയാൽ ശരിയാവില്ല. ഈ രൂപത്തിൽ നല്ല യോജിച്ച രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിലൂടെ എത്രയും വേഗം മണ്ണ് നീക്കം ചെയ്ത് അടിയിൽ പെട്ടുപോയി എന്ന് കരുതുന്ന ലോറിയും ലോറിയിൽപ്പെട്ടവരെയും രക്ഷിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടിയ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. പക്ഷേ പബ്ലിക്കിൻ്റെ വല്ലാതെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായാൽ റെസ്ക്യൂ പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കും. അവരുടെ തന്നെ രക്ഷ ഒരു വാൾമുനയിൽ നിൽക്കുന്നത് പോലെയുള്ള സമരം. അതാണ് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ കടപ്പ്. അതുകൊണ്ട് കുറച്ച് നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കേരള കർണാടക സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഏകോപനം ഇപ്പോൾ കൃത്യമായും സാധ്യമായിട്ടുണ്ട്. എങ്ങനെയാണ്? ഇപ്പം നന്നായി നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ ആ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിരന്തരമായ അന്വേഷണം പോകുന്നുണ്ട്. അവിടെ നിന്നും റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. ശരി. ഈ കർണാടകയുടെ ഭാഗത്തു നിന്നും തുടക്കത്തിലൊരു വൈകലുണ്ടായി എന്നൊരു ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ 17 പറയില്ല, അങ്ങനെ ഒരു ആക്ഷേപം ഇപ്പം ഞാൻ പറയില്ല. കാരണം ഇപ്പം നമുക്ക് വേണ്ടത് എല്ലാവരെയും സഹായം ഉറപ്പുവരുത്തി ഈ പ്രശ്നത്തിന് തൃപ്തികരമായ ഒരു പരിഹാരം കണ്ടെത്തി ജീവനോടുകൂടി അതിൽ പെട്ടുപോയവരെ രക്ഷിക്കുക എന്നതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചർച്ച പോകുന്നത് നമ്മുടെ മുഖ്യ ലക്ഷ്യത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് അത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാമല്ലോ. സമയമുണ്ടോ? നമ്മളെല്ലാം ഇവിടെയില്ലേ? പോലീസിന്റെ വീഴ്ച ഉൾപ്പെടെ പരിശോധിക്കുന്നില്ലേ? അല്ല, അതങ്ങനെ ഒരാളുടേതല്ല. എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അതിന് നമുക്ക് സമയമുണ്ട്. ഇപ്പം അന്വേഷിച്ചിട്ട് ആളെ കണ്ടെത്തിയില്ലേ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ അവിടെ വേണ്ട എന്താണ്? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ ഇത്തരം അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ എന്താണോ വേണ്ടത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും അതിനിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോവുക, അത് വേണ്ട. നമുക്കിപ്പോൾ ചായ കുടിക്കാൻ പോകണ്ട. ഇപ്പം നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് ചൂടുവെള്ളവും കുടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയായ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക, അതിന് ഫലപ്രദമായ നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുക എന്നതിനപ്പുറത്ത് വിമർശനത്തിൻ്റെ സ്വരത്തിൽ ഒരു കാര്യവും ഇപ്പോൾ ദയവായി ചർച്ച ചെയ്തതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്തായാലും വിമർശനം അല്ല, ഇപ്പോൾ അർജുൻ്റെ ജീവൻ രക്ഷിക്കലാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.